പ്രിയ പ്രേക്ഷകർക്കെല്ലാവർക്കും ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 17 അധ്യായങ്ങൾ പഠിച്ച് അതിൻ്റെ വ്യാഖ്യാനവും വിചിന്തനവും നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ എപ്പിസോഡ് മുതൽ നമ്മൾ 18-ാം അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18, 19 എന്നീ 2 അധ്യായങ്ങൾ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള കൃത്യമായ വചനങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും 18-ാം അധ്യായവും 19-ാം അധ്യായവും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മറ്റ് അധ്യായങ്ങളിൽ നിന്നും വിഭിന്നമായിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് 17-ാമത്തെ അധ്യായം വരെയും നമ്മൾ പ്രധാനമായും കണ്ടുകഴിഞ്ഞ കർത്താവിൻ്റെ മാമോദീസായിലൂടെ സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണത്തിലൂടെ കർത്താവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായും 14, 15, 16 അധ്യായങ്ങളിൽ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ യുണീക്ക് കോൺട്രിബ്യൂഷൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ സഹായകൻ പാരക്ലേത്ത എന്ന് അവതരിപ്പിക്കുന്ന വചനഭാഗങ്ങളുടെയും പഠനം നമ്മൾ പൂർത്തിയാക്കി. 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പുരോഹിത പ്രാർത്ഥനയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയും 18, 19 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ യേശു കർത്താവിൻ്റെ പീഡാസഹനവും അവിടുത്തെ കുരിശുമരണവുമാണ്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പീഡാസഹനം ആരംഭിക്കുന്നത് കർത്താവിനെ ബന്ധിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ ബന്ധിക്കാനായി ഒറ്റുകാരനായ ശിമയോൻ സ്കറിയോത്തയോടൊപ്പം യൂദാസ് സ്കറിയോത്ത, നമുക്കെല്ലാവർക്കും അറിയാം, യൂദാസ് സ്കറിയോത്തയോടൊപ്പം പടയാളികൾ വരികയും കർത്താവിനെ ബന്ധിക്കുകയും ചെയ്യുന്ന രംഗം. അതിനുശേഷം കർത്താവിനെ മഹാപുരോഹിതൻ്റെ മുൻപിൽ കൊണ്ടുചെന്ന് നിർത്തുന്നതും മഹാപുരോഹിതൻ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രതിപാദനം നടത്തിക്കൊണ്ട് അവനെ ചോദ്യം ചെയ്യുന്നതുമായ വചനഭാഗങ്ങളാണ് തുടർന്ന് നമ്മൾ കാണുക. അതിനുശേഷം നമ്മൾ കാണുന്നത് പത്രോസ് തള്ളിപ്പറയുന്ന വചനഭാഗങ്ങളാണ്. അത് 2 ഭാഗങ്ങളിലായി 18-ാം അധ്യായത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. പത്രോസ് തള്ളിപ്പറയുന്നു, അവൻ വീണ്ടും തള്ളിപ്പറയുന്നു എന്നിങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം കർത്താവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു. പീലാത്തോസ് കർത്താവിനെ വിചാരണ ചെയ്യുന്ന വചനഭാഗമാണ് നമ്മൾ കാണുക. അതിനുശേഷമാണ് കർത്താവിനെ മരണത്തിന് വിധിക്കുന്നതായി നമ്മൾ കാണുന്ന വചനഭാഗങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ അവസാനം 19-ാം അധ്യായത്തിൻ്റെ ആരംഭങ്ങളിലും നമ്മൾ കാണുന്ന വചനഭാഗങ്ങൾ അതാണ്. അപ്രകാരം കർത്താവിനെ കുരിശുമരണത്തിന് വിധിച്ചതിന് ശേഷം അവനെ ക്രൂശിക്കുന്നതിനായി കൊണ്ടുപോകുന്നതും തലയോട്ടിടം എന്നറിയപ്പെടുന്ന ഗോൽഗോഥായുടെ മലമുകളിൽ കർത്താവിനെ ക്രൂശിക്കുന്നതുമായ വചനഭാഗങ്ങളാണ് തുടർന്ന് നമ്മൾ കാണുക. അതിനുശേഷം കാൽവരി കുരിശിലുള്ള കർത്താവിൻ്റെ മരണവും അവൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്നതും യേശുവിനെ സംസ്കരിക്കുന്നതുമായ വചനഭാഗങ്ങൾ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത്രയും എപ്പിസോഡുകൾ ഒരുമിച്ച് കർത്താവിൻ്റെ പീഡാസഹനവും മരണവും എന്ന ടൈറ്റിലായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ സബ് ടൈറ്റിലുകൾ, ഉപവിഭാഗങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഓരോന്നോരോന്നായി വചനവ്യാഖ്യാനത്തിനും വചനവിചിന്തനത്തിനുമായി നമ്മൾ വീണ്ടും മനസ്സിലാക്കാനായി ശ്രമിക്കും. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പോലെ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം മുതൽ 19-ാം അധ്യായത്തിൻ്റെ 42-ാം തിരുവചനം വരെയുള്ള ഭാഗങ്ങളെ ഈശോയുടെ പീഡാനുഭവവും മരണവും എന്ന ഒരു ടൈറ്റിലിൽ നമ്മൾ രേഖപ്പെടുത്തി മനസ്സിലാക്കാനായി ശ്രമിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള യോഹന്നാൻ്റെ അവതരണം സമാന്തര സുവിശേഷങ്ങളിലെ
അവതരണത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് എന്ന് ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ദ പാഷൻ നറേറ്റീവ് എന്ന് പറയും. സമാന്തര സുവിശേഷകന്മാരായ മർക്കോസും മത്തായിയും ലൂക്കായും ഏകദേശം ഒരേ രീതിയിൽ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, അവൻ്റെ സഹനങ്ങളെക്കുറിച്ച്, പീഡാനുഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നാലാം സുവിശേഷകനായ യോഹന്നാൻ കർത്താവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അവതരിപ്പിക്കുന്നത് എന്നത് സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും നാലാം സുവിശേഷകനായ യോഹന്നാനെ വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് സൂചിപ്പിക്കട്ടെ. സമാന്തര സുവിശേഷങ്ങളിൽ കാണുന്ന വിവരണങ്ങളിൽ ചിലത് യോഹന്നാൻ ശ്ലീഹ ഉപേക്ഷിക്കുകയും മറ്റു ചിലത് അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ട് നാലാം സുവിശേഷം രചിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് യോഹന്നാൻ്റെ അനന്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തനിമ എന്ന് നമുക്ക് വിളിക്കാം. ഒറിജിനാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് സമാന്തര സുവിശേഷകന്മാർ ഉപയോഗിക്കുന്ന ചില പരാമർശങ്ങൾ യോഹന്നാൻ വേണ്ടെന്ന് വയ്ക്കുകയും എന്നാൽ യോഹന്നാൻ കണ്ടുനിന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്, വത്സല ശിഷ്യൻ ദൂരെ മാറി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ദൂരെ നിന്നുകൊണ്ട് അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. മരിക്കുമ്പോൾ കുരിശിൻ ചുവട്ടിൽ അവൻ ഉണ്ടായിരുന്നു. അവൻ തന്നെയാണ് നാലാം സുവിശേഷത്തിൻ്റെ ഗ്രന്ഥകർത്താവ് യോഹന്നാൻ എന്നറിയപ്പെടുന്ന വത്സല ശിഷ്യൻ എന്ന് നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ പ്രാരംഭ വിശകലനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലാക്കിയിരുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെയും ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യം, യോഹന്നാൻ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങളാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. യോഹന്നാൻ ഒരു ഐ വിറ്റ്നസ് ആണ്. കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ അവനോടൊപ്പമുണ്ടായിരുന്ന അപ്പസ്തോലന്മാരിൽ ഒരുവൻ. പ്രത്യേകിച്ച് അവൻ്റെ പീഡാനുഭവ രംഗങ്ങളിൽ യോഹന്നാൻ്റെ സാന്നിധ്യത്തെ നാലാം സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ കണ്ട കാര്യങ്ങൾ അവൻ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപന രീതി യോഹന്നാൻ്റെ ആഖ്യാന ശൈലിയിൽ നമുക്ക് കാണാനായി സാധിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്ന ചില പോയിന്റുകൾ എന്ന് പറയുക, ഏതൊക്കെയാണ് സമാന്തര സുവിശേഷകന്മാർ ഉപയോഗിക്കുകയും എന്നാൽ യോഹന്നാൻ സുവിശേഷകൻ ഒഴിവാക്കുകയും ചെയ്യുന്ന പീഡാനുഭവ രംഗങ്ങളിലെയും കുരിശ് മരണത്തിലെയും വചനഭാഗങ്ങളെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിൽ ഒന്ന് ഒഴിവാക്കിയവ ഏതൊക്കെയാണ് എന്നതാണ്. ഒഴിവാക്കിയവ 1, 2, 3 എന്ന് ഞാനിവിടെ നിങ്ങൾക്കായി സ്ക്രീനിൽ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമാന്തര സുവിശേഷകന്മാരിലുള്ളതും നാലാം സുവിശേഷകൻ ഒഴിവാക്കിയതുമായ ചില ഭാഗങ്ങളാണ്. ഒന്ന്, ഗത്സമനിയിലെ പ്രാർത്ഥന. കർത്താവ് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന വചനഭാഗം സമാന്തര സുവിശേഷകന്മാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഗത്സമനിയിലെ പ്രാർത്ഥന നാലാം സുവിശേഷകനായ യോഹന്നാൻ ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുക. രണ്ടാമത്തെ വ്യത്യാസം, സാൻഹെദ്രീൻ സംഘത്തിന് മുൻപുള്ള വിചാരണയെക്കുറിച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. സാൻഹെദ്രീൻ എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതരുടെ, ന്യായാധിപന്മാരുടെ സംഘത്തിന് മുൻപിൽ കർത്താവിനെ വിചാരണ ചെയ്യുന്ന വചനഭാഗം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സമാന്തര സുവിശേഷങ്ങളിൽ. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു ഭാഗം ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. മൂന്നാമത്തേത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ പ്രധാന പുരോഹിതന് മുൻപിലുള്ള കർത്താവിൻ്റെ വിചാരണ യോഹന്നാൻ രേഖപ്പെടുത്തുന്നില്ല. സമാന്തര സുവിശേഷകന്മാർ പ്രധാന പുരോഹിതൻ്റെ മുൻപിൽ കർത്താവിനെ വിചാരണ ചെയ്യുന്ന വചനഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യോഹന്നാൻ അതിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ആഖ്യാന ശൈലിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തേത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹെറോദേസിൻ്റെ അരമനയിലുണ്ടായ പരിഹാസമാണ്. കർത്താവ് കടന്നു പോകുന്ന വലിയ പരിഹാസമുണ്ട്. അത് സംഭവിക്കുന്നത് ഹെറോദേസിൻ്റെ അരമനയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇല്ലാതാക്കപ്പെടും വിധം,
അവനെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിക്കളയുന്നു. ഹെറോദേസിൻ്റെ അരമനയിൽ കർത്താവ് നേരിടുന്ന പരിഹാസം അവനെ വല്ലാത്ത രീതിയിൽ മറ്റ് സുവിശേഷകന്മാർ എന്ന് പറഞ്ഞാൽ മത്തായിയും മർക്കോസും ലൂക്കായും ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തതയുടെ മറ്റൊരു അടയാളമായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സമാന്തര സുവിശേഷകന്മാർ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വചനഭാഗമാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഈശോയുടെ കുരിശിലെ നിലവിളി എന്ന് പറയുന്നത്. എലോയി എലോയി ലാമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന കർത്താവിൻ്റെ വാക്കുകൾ സങ്കീർത്തനങ്ങളുടെ ആലാപനമായിരുന്നു എന്നുള്ള സമാന്തര സുവിശേഷകന്മാരുടെ പരാമർശത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ നിലവിളി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാത്ത മറ്റൊരു വ്യത്യസ്തമായ ആഖ്യാന ശൈലിയാണ്. മറ്റൊന്ന് ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് യോഹന്നാൻ പരാമർശിക്കുന്നേയില്ല. നമുക്കറിയാം, സമാന്തര സുവിശേഷകന്മാർ, സിനോപ്റ്റിക് ഗോസ്പൽ റൈറ്റേഴ്സ് എല്ലാവരും തന്നെ 2 കള്ളന്മാരെ കർത്താവിൻ്റെ ഇടതും വലതുമായി തറച്ചിരുന്നുവെന്നും അവരവിടെ കിടന്നുകൊണ്ട് അതിൽ ഒരുവൻ, ഇടതുവശത്ത് കിടന്നവൻ കർത്താവിനെ പുച്ഛിക്കുന്നതും കളിയാക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സമാന്തര സുവിശേഷങ്ങളിൽ. അതിനുശേഷം കർത്താവ് വലതുവശത്ത് കിടക്കുന്ന കള്ളനുമായി സംസാരിക്കുന്നതും അവന് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു വ്യത്യസ്തതയാണ്. അതോടൊപ്പം തന്നെയും കാണാൻ സാധിക്കും മറ്റൊന്ന്, ഈശോയുടെ മരണസമയത്ത് അന്ധകാരം വ്യാപിച്ചിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ സമാന്തര സുവിശേഷകന്മാരുടെ ആഖ്യാന ശൈലിയുടെ പ്രത്യേകതയാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു വചനഭാഗം നമ്മൾ കാണുന്നില്ല. ഈശോയുടെ മരണസമയത്ത് ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു എന്നുള്ള നാടകീയമായ ഒരു അവതരണ ശൈലി സമാന്തര സുവിശേഷങ്ങൾ ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ മൗനം പാലിക്കുന്നു. അങ്ങനെ ഒരു വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതും യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം അവസാനമായി നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുക, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, യൂദാസിൻ്റെ മരണമാണ്. സമാന്തര സുവിശേഷകന്മാർ യൂദാസിൻ്റെ മരണത്തെ അവതരിപ്പിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ യൂദാസിൻ്റെ മരണത്തെക്കുറിച്ച് പരാമർശം നടത്തുന്നില്ല എന്നുള്ളതും ഒരു വ്യത്യസ്തമായ ആഖ്യാന ശൈലിയായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒഴിവാക്കപ്പെട്ടവയാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഈ കാര്യങ്ങൾ, ഗത്സമനയിലെ പ്രാർത്ഥന, സാൻഹെദ്രീം സംഘത്തിന് മുമ്പിലുള്ള വിചാരണ, പ്രധാന പുരോഹിതന് മുമ്പിലുള്ള വിചാരണ, ഹെറോദേസിൻ്റെ അരമനയിലുണ്ടായ പരിഹാസം, ഈശോയുടെ കുരിശിലെ നിലവിളി, ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുമായുള്ള സംഭവം, ഈശോയുടെ മരണസമയത്ത് അന്ധകാരം വ്യാപിച്ചത്, അതിനുശേഷമുള്ള യൂദാസിൻ്റെ മരണം എന്നീ ഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വചനഭാഗങ്ങളല്ല എന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ. ഇത് നമ്മൾ 4-ാം സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രത്യേകതകളിലൊന്നാണ്. കാരണം ഈശോയെ പരിഹസിക്കുന്നതും എളിമപ്പെടുത്തുന്നതുമായ വിവരണങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ ഒഴിവാക്കിയത് എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ചില ബൈബിൾ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് സമാന്തര സുവിശേഷകന്മാർ ഉപയോഗിച്ചിരിക്കുന്ന മേൽപ്പറഞ്ഞ വചനഭാഗങ്ങൾ യോഹന്നാൻ ശ്ലീഹ ഒഴിവാക്കിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്: യോഹന്നാൻ ഒഴിവാക്കിയ കാര്യങ്ങളൊക്കെയും കർത്താവിനെ പരിഹസിക്കുന്നതും അവനെ എളിമപ്പെടുത്തുന്നതുമായ വിവരണങ്ങളാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയല്ല എന്ന് പറയാൻ യോഹന്നാൻ ഉപയോഗിക്കുന്നതവയല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സംഭവങ്ങൾ ഒഴിവാക്കുന്ന യോഹന്നാൻ അതോടൊപ്പം ഈശോയുടെ മഹത്വത്തെയും രാജത്വത്തെയും എടുത്തു കാണിക്കുന്നതും ദൈവശാസ്ത്രപരവും രക്ഷാകരവുമായ പ്രാധാന്യം ഉൾക്കൊള്ളുന്നതുമായ മറ്റു സംഭവങ്ങൾ എടുത്തെഴുതിയിട്ടുണ്ട് എന്നുള്ളത് യോഹന്നാൻ്റെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകതയായി പീഡാനുഭവ രംഗങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൊച്ചാക്കുന്ന, എളിമപ്പെടുത്തുന്ന,
പരിഹാസപാത്രമാക്കുന്ന വചനങ്ങൾ യോഹന്നാൻ ഒഴിവാക്കുന്നു. അതിന് പകരമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവശാസ്ത്രപരമായ രക്ഷാകരമായ കർത്താവിൻ്റെ രാജത്വത്തെ ഉയർത്തിക്കാണിക്കുന്ന വചനഭാഗങ്ങളാണ് യോഹന്നാൻ്റെ പീഡാനുഭവ വിവരണങ്ങളിൽ നമ്മൾ കാണുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ കൂട്ടിച്ചേർത്ത വചനഭാഗങ്ങൾ ഏതൊക്കെയാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടത് യോഹന്നാൻ ഒഴിവാക്കിയ വചനങ്ങൾ, എവിടുന്ന്? സമാന്തര സുവിശേഷങ്ങളിലുള്ളതും എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാത്തതുമായ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മാത്രം പ്രത്യേകതയായി നമ്മൾ കാണുന്ന ചില ഭാഗങ്ങളുണ്ട്. യോഹന്നാൻ കൂട്ടിച്ചേർത്തത് എന്നോ അല്ലെങ്കിൽ യോഹന്നാൻ്റെ സ്വന്തമായ കാഴ്ചയിൽ നിന്നും അനുഭവത്തിൽ നിന്നും അവൻ എഴുതി വെച്ചതോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ വചനഭാഗങ്ങൾ സമാന്തര സുവിശേഷകന്മാരിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത് എന്ന സൂചനയോടുകൂടെ കൂട്ടിച്ചേർത്ത വചനഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടി കുറിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഈശോയെ ബന്ധിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതിനുശേഷം പീലാത്തോസിൻ്റെ മുൻപിലുള്ള നീണ്ട വിചാരണ എന്ന് പറയുന്നതും യോഹന്നാൻ്റെ മാത്രം പ്രത്യേകതയായി നമ്മൾ കാണുന്ന വചനഭാഗമാണ്. മൂന്നാമതായി ഈശോയുടെ കുരിശിന് മുകളിൽ വയ്ക്കാനുള്ള ശീർഷകത്തെ സംബന്ധിച്ചുള്ള തർക്കവും യോഹന്നാൻ സുവിശേഷകൻ്റെ മാത്രം പ്രത്യേകതയുള്ള വചനഭാഗമാണ് എന്ന് മനസ്സിലാക്കാം. നാലാമത്തേത് ഈശോയുടെ വസ്ത്രം വിഭജിച്ചെടുക്കുന്നതും യോഹന്നാൻ്റെ സുവിശേഷം നൽകുന്നതും സമാന്തര സുവിശേഷങ്ങളിൽ കാണാത്തതുമായ ഒരു പരാമർശമാണ്. അതിനുശേഷം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഈശോ സ്നേഹിച്ച ശിഷ്യൻ്റെയും കുരിശൻ ചുവട്ടിലെ സാന്നിധ്യത്തെക്കുറിച്ച് യോഹന്നാൻ വാചാലനായി സംസാരിക്കുന്നുണ്ട്. വത്സല മാതാവും വത്സല ശിഷ്യനും കുരിശിൻ്റെ താഴെ നിൽക്കുന്നത് കണ്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അവരുമായി സംസാരിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് പറയാം. അതിനുശേഷം ഈശോയുടെ പാർശ്വം പിളർക്കപ്പെടുന്നതും രക്തവും വെള്ളവും പുറപ്പെടുന്നതുമായ വചനഭാഗവും പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ മാത്രമുള്ള ആഖ്യാന ശൈലിയിൽ നമ്മൾ കാണുന്നതാണ്. ഇവയെല്ലാം യോഹന്നാനെ സമാന്തര സുവിശേഷകന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന വചനഭാഗങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഈശോയെ ബന്ധിക്കുന്നത്, പീലാത്തോസിൻ്റെ മുൻപിലുള്ള നീണ്ട വിചാരണ, ഈശോയുടെ കുരിശിന് മുകളിൽ വയ്ക്കാനുള്ള ശീർഷകത്തെ സംബന്ധിച്ചുള്ള തർക്കം, ഈശോയുടെ വസ്ത്രം വിഭജിച്ചെടുക്കുന്നത്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഈശോ സ്നേഹിച്ച ശിഷ്യൻ്റെയും കുരിശിൻ ചുവട്ടിലെ സാന്നിധ്യം, ഈശോയുടെ പാർശ്വം പിളർക്കപ്പെടുന്നതും രക്തവും വെള്ളം പുറപ്പെടുന്നതുമായ വചനഭാഗങ്ങളൊക്കെയും യോഹന്നാൻ്റെ ഒറിജിനൽ കോൺട്രിബ്യൂഷനാണ്. അതിന് കാരണം യോഹന്നാൻ അടുത്തു നിന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടു എന്നുള്ളതാണ്. അതിശയോക്തിക്ക് കാരണമില്ലാതെ കൃത്യതയോടുകൂടെ ഫാക്ച്വൽ എവിഡൻസസ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണാൻ സാധിക്കുന്നവ മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഈ കാര്യങ്ങൾ യോഹന്നാൻ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും എഴുതപ്പെട്ടിരിക്കുന്നതും നമ്മൾ മുൻപ് പറഞ്ഞ മറ്റു പല കാര്യങ്ങളും സമാന്തര സുവിശേഷകന്മാർ ഉപയോഗിച്ചിട്ടും യോഹന്നാൻ ഒഴിവാക്കിയിരിക്കുന്നതും എന്ന് ചോദിച്ചാൽ ഈ വചനഭാഗങ്ങൾ യോഹന്നാൻ എഴുതി വെക്കാൻ കാരണമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ പറഞ്ഞ സംഭവങ്ങളൊക്കെയും എടുത്തു പറയുന്നതിലൂടെ ഈശോ രാജാവാണെന്നും എല്ലാം നിയന്ത്രിക്കുന്നവനാണെന്നും പീഡാസഹനവും മരണവും പോലും ഈശോ വിട്ടുകൊടുത്തതിനാൽ മാത്രം സംഭവിച്ചതാണ് എന്നും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് രാജാവാണെന്നും അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനെന്നും കുരിശുമരണം അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്നും യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം പീഡാനുഭവത്തിൻ്റെ രക്ഷാകര മൂല്യങ്ങളും യോഹന്നാൻ എടുത്തു കാണിക്കുന്നുണ്ട്. ഇത് മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നതിൻ്റെ ഒരു കാരണം ഇൻ ഡെപ്ത് തിയോളജിയാണ്, ദൈവശാസ്ത്രമാണ്. സമാന്തര സുവിശേഷങ്ങളെ കഥ പോലെ നമുക്ക് വായിച്ചു തീർക്കാമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം ഇൻ ഡെപ്ത് തിയോളജിയുള്ള ദൈവശാസ്ത്രത്തിൻ്റെ പരാമർശങ്ങളാണ് എന്ന കാരണത്താൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന്
നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും പീഡാനുഭവത്തിലൂടെ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ അതിൻ്റെ രക്ഷാകര മൂല്യം എത്രമാത്രമാണ് എന്ന് അവൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് 4-ാം സുവിശേഷത്തിലൂടെ. ഇതൊരു ദൈവശാസ്ത്രപരമായ വീക്ഷണമാണ് കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റ് സമാന്തര സുവിശേഷങ്ങളൊക്കെയും എഴുതപ്പെട്ട് കഴിഞ്ഞ് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തോടടുക്കുമ്പോഴാണ് ആദിമ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടതിനു ശേഷം യോഹന്നാൻ സുവിശേഷകൻ അവർക്ക് വേണ്ടി ഈ വചനഭാഗങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെയും അല്പം കൂടെ ദൈവശാസ്ത്രപരമായ സമീപനമാണ് യോഹന്നാൻ സ്വീകരിച്ചിരിക്കുന്നത്. ബേസിക് കാറ്റക്കിസം അല്ല, ഒരല്പം കൂടെ ഡെപ്തുള്ള ദൈവശാസ്ത്രപരമായ ആഖ്യാന ശൈലി ആയതിനാൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ഒഴിവാക്കിയതും യോഹന്നാനിൽ മാത്രം കാണുന്നതുമായ മേൽപ്പറഞ്ഞ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കർത്താവിനെ പരിഹസിക്കുന്ന, എളിമപ്പെടുത്തുന്ന, ഇല്ലാതാക്കുന്ന, കർത്താവിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു വചനഭാഗങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലെന്നും, എന്നാൽ പകരമായി കർത്താവിനെ രാജാവായി, ഉന്നതനായി, മിശിഹായായി അവതരിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് പീഡാനുഭവ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. ഇനി നമ്മളിവിടെ പീഡാനുഭവ വിവരണത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ ഒന്നാമതായി പ്രിയപ്പെട്ടവരെ, പീഡാനുഭവ രംഗത്തിൽ നമ്മൾ കാണുന്ന ഒരു പരാമർശം എന്ന് പറയുന്നത് മറ്റു ചിലയിടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈശോയുടെ സമയമാണ്. ഈശോയുടെ സമയം. ഇതിനു മുൻപ് 1-2 തവണ കർത്താവിൻ്റെ സമയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് 2-ാം അധ്യായത്തിൽ തന്നെ യോഹന്നാൻ സുവിശേഷകൻ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കർത്താവ് പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അതിനുശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും വാഗ്ദാനം ചെയ്യപ്പെട്ട ജീവജലത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിരുന്നില്ല എന്ന് അവിടെ അർത്ഥമാക്കുന്നുണ്ട്. ഇപ്രകാരം കർത്താവിൻ്റെ സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എപ്പോഴാണ് കർത്താവിൻ്റെ സമയം ആയത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. സമയം എന്നത് പഴയ നിയമ വെളിപാടു ഗ്രന്ഥങ്ങളിലെ ഒരു പ്രതിപാദ്യ വിഷയമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. പഴയ നിയമത്തിലെ വെളിപാട് ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ദാനിയേലിൻ്റെ പുസ്തകത്തെയും ഡ്യൂട്രോ ഐസയ എന്ന് വിളിക്കപ്പെടുന്ന 2-ാം യേശയ്യ എന്ന് പറയപ്പെടുന്ന പ്രവാചക ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗവും യേശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനുശേഷം വരുന്ന മറ്റു ചില വെളിപാട് ഗ്രന്ഥങ്ങളുണ്ട്, ദാനിയേലിൻ്റെ പുസ്തകം പോലെ. അവയിലൊക്കെയും സമയം എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമായി നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ ഇത് അന്ത്യാത്മക സമയത്തെ, അതായത് ശത്രുക്കളുടെ മേലുള്ള ദൈവജനത്തിന് നിർണായകമായ വിജയത്തിൻ്റെ സമയത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന പരാമർശം ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വചനങ്ങളിലും തുടർന്ന് 11-ാം അധ്യായത്തിൻ്റെ 35-ാം തിരുവചനത്തിലും നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെയൊക്കെയും സമയം എന്നുള്ളത് അന്ത്യാത്മക സമയത്തെ സൂചിപ്പിക്കാനാണ് പ്രവചന ഗ്രന്ഥമായ ദാനിയേൽ 8-ാം അധ്യായത്തിൻ്റെ 17-ലും അതിനുശേഷം 11-ാം അധ്യായത്തിൻ്റെ 35-ലും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമാന്തര സുവിശേഷങ്ങളിലെ അന്ത്യാത്മക പ്രഭാഷണങ്ങളിൽ ഈ അന്ത്യാത്മക അർത്ഥം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷങ്ങളിലെ 2 പരാമർശങ്ങളിലൂടെ സാധൂകരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 32-ാം തിരുവചനത്തിലുമാണ് അപ്രകാരമുള്ള വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നത് എന്നത് നിങ്ങൾ ബൈബിള് കയ്യിലുള്ളവരൊക്കെ തുറന്ന് ആ വചനഭാഗം വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടവയാണ് എന്ന് ഞാൻ നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ.
അതുകൊണ്ട് തന്നെയും സമാന്തര സുവിശേഷങ്ങളിലെ ഈ പ്രയോഗത്തെ തുടർന്ന് സമയം മെസ്സിയാനിക സമയത്തെയും ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സമയത്തെയും സൂചിപ്പിക്കുന്നതായി മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 35-ാം വാക്യത്തിലും 41-ാം തിരുവചനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടവയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ സമയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഈശോ അതിനെ തൻ്റെ സമയം, മൈ ആർ എന്ന് വിളിക്കുന്നുണ്ട്. തൻ്റെ രക്ഷാകര പ്രവർത്തനം പൂർത്തിയാക്കുന്ന സമയമായി ഇതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രക്ഷാദായകമായ സമയത്തെക്കുറിച്ച് കൈറോസ് എന്ന വാക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഈശോയുടെ പരാമർശം സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. കാനായിലെ കല്യാണ വിരുന്നിൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിലും, തുടർന്ന് കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 30-ാം തിരുവചനത്തിലും 8-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ വിജാതീയർ അന്വേഷിച്ചു വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനത്തിൽ സമയത്തെക്കുറിച്ചുള്ള പരാമർശം അവിടുന്ന് നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ സമയമാണ്, രക്ഷാകരമായ സമയമാണ്, മെസ്സിയാനിക സമയമാണ്. പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്നാണ് 13-ാം അധ്യായം 1-ാം തിരുവചനവും 17-ാം അധ്യായം 1-ാം തിരുവചനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയമല്ല, കർത്താവിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.